ഒരു കൂട്ടം കുട്ടികൾ 2 റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം കളിക്കുകയായിരുന്നു. പാലങ്ങളിൽ ഒന്ന് ഇപ്പോഴും ഉപയോഗത്തിലുള്ളതാണ്, മറ്റൊന്ന് ഉപയോഗശൂന്യമായി ഉപയോഗിക്കാതെ കിടക്കുന്നു. ഉപയോഗിക്കാത്ത ട്രാക്കിൽ ഒരു കുട്ടി മാത്രമേ കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികളെല്ലാവരും ട്രെയിൻ ഓടുന്ന പാളത്തിലുമാണ് കളിച്ചുകൊണ്ടിരുന്നത്. ട്രെയിൻ വരുന്നു. നിങ്ങൾ ട്രാക്ക് ഇൻ്റർചേഞ്ചിന് സമീപമാണ്. ട്രെയിനിനെ അതിൻ്റെ ഗതി ഉപയോഗിക്കാത്ത ട്രാക്കിലേക്ക് മാറ്റാനും കൂടുതൽ കുട്ടികളെയും മരണത്തിൽ നിന്ന് രക്ഷിക്കാനും നിങ്ങൾക്ക് കഴിയും. എന്നിരുന്നാലും നിങ്ങൾ ട്രാക്ക് മാറ്റിയാൽ ഉപയോഗശൂന്യമായ സ്ഥലത്ത് കളിക്കുന്ന ഏക കുട്ടിയെ ബലി കൊടുക്കേണ്ടി വരുമെന്നർത്ഥം. അതോ നിങ്ങൾ ഒന്നും ചെയ്യാതെ ട്രെയിനിനെ അതിൻ്റെ വഴിക്ക് പോകാൻ അനുവദിക്കുമോ? ഒടുവിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുന്നുവെന്ന് ചിന്തിക്കുന്നത് തൽക്കാലം നിർത്തിവെക്കാം. ഒരുപക്ഷെ ഞാൻ ഊഹിക്കുന്നു മിക്ക ആളുകളും ട്രെയിനിൻ്റെ ഗതി തിരിച്ചുവിടാനും ഒറ്റപ്പെട്ട ഒരു കുട്ടിയെ മാത്രം ബലിയർപ്പിക്കാനും അതുവഴി മറ്റു കുട്ടികളെയെല്ലാം രക്ഷിക്കാനും ആയിരിക്കും തിരഞ്ഞെടുക്കുക. എന്നാൽ സുരക്ഷിതമായ സ്ഥലത്ത് കളിക്കാൻ ഉപയോഗശൂന്യമായ ട്രാക്ക് തിരഞ്ഞെടുക്കുന്ന കുട്ടി ശരിയായ തീരുമാനമല്ലേ എടുത്തതെന്ന് ആലോചിച്ച്. എന്നിരുന്നാലും അപകടം ഉള്ളിടത്ത് കളിക്കാൻ തിരഞ്ഞെടുത്ത അവൻ്റെ സുഹൃത്തുക്കൾ കാരണം അവന് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള ധർമ്മസങ്കടം അനുദിനം നമുക്ക് ചുറ്റും സംഭവിക്കുന്നില്ലേ? ഓഫീസ്, കമ്മ്യൂണിറ്റി, രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭൂരിപക്ഷം എത്ര വിഡ്ഢികളാണെങ്കിലും അജ്ഞരാണെങ്കിലും ന്യൂനപക്ഷം എത്ര ദൂരക്കാഴ്ചയും അറിവുള്ളവരാണെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യത്തിനായി ന്യൂനപക്ഷം പലപ്പോഴും ത്യാഗം ചെയ്യപ്പെടുന്നു. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രാക്കിൽ അപകടമുള്ളതിനാൽ ബാക്കിയുള്ളവരുമായി കളിക്കരുതെന്ന് തീരുമാനിച്ച കുട്ടിയെ മാറ്റി നിർത്തുന്നു. അവൻ്റെ ജീവൻ ബലിയർപ്പിച്ച കേസിൽ ആരും അവന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പോലും ചൊരിയുന്നില്ല. അവനെ ഒറ്റപ്പെടുത്തുന്നു. മറിച്ച് രക്ഷപ്പെട്ട ഭൂരിഭാഗത്തിന് ഓർത്ത് എല്ലാവരും സന്തോഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, ശരിയായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ അപകടങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഈ രംഗം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഭൂരിഭാഗം അംഗങ്ങളും അത് മനസ്സിലാക്കണമെന്നില്ല. കാരണം അവർ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനഃപൂർവ്വം കഷ്ടപ്പെട്ട ഇത് ചെയ്തില്ലെങ്കിൽ ഈ സാഹചര്യത്തിലെ ഉപയോഗശൂന്യമായ ട്രാക്കിൽ കളിച്ച ആ കുട്ടിയെ പോലെ ആരെങ്കിലുമൊക്കെ ബലിയാടാകേണ്ടി വരും. ഇൻ സർവീസ് ട്രാക്കിനെ കുറിച്ച് കൂട്ടുകാരെ എന്ത് വില കൊടുത്ത് പഠിപ്പിക്കാൻ ആ കുട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അവരെല്ലാവരും സുരക്ഷിതമായിരിക്കും. അതിനാൽ ഭൂരിഭാഗം എതിർത്താൽ പോലും നിങ്ങളുടെ കടമ ചെയ്തുകൊണ്ടേയിരിക്കുക. എടുക്കേണ്ട കടുത്ത തീരുമാനങ്ങളാൽ ജീവിതം നിറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലായ്പ്പോഴും ശരിയായ തീരുമാനങ്ങളായിരിക്കില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. റിമെമ്പർ ദാറ്റ് വാട്ട് ഈസ് റൈറ്റ് ഈസ് നോട്ട് ആൾവേസ് പോപ്പുലർ ആൻഡ് വാട്ട് ഈസ് പോപ്പുലർ ഈസ് നോട്ട് ആൾവേസ് റൈറ്റ്. ശരി എല്ലായ്പ്പോഴും ജനപ്രിയമല്ലെന്നും ജനപ്രിയമായത് എല്ലായ്പ്പോഴും ശരിയല്ലെന്നും ഓർമ്മിക്കുക. എല്ലാവരും തെറ്റുകൾ വരുത്തുന്നു. അതിനാലാണ് തെറ്റുകൾ മാച്ച് ശരിയാക്കാനായി പെൻസിലിൻ്റെ പുറകിൽ റബ്ബർ ഇടുന്നത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.